അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, ചെറിയൊരു സംഭവം വിവരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. കുറച്ച് ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുന്നത്. വിഷമമൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇപ്പം മദ്രസയുടെ അവധിക്കാലമാണല്ലോ. അവധി എന്ന് പറഞ്ഞാൽ മധ്യവേനലവധി ആയിരിക്കും. അതിനെപ്പറ്റി പറയുന്നത് എന്താ വെച്ചാൽ ഈ ശില്പശാലയ്ക്ക് വേണ്ടിയിട്ടാണ് അവധി കൊടുത്തതെന്നാണ്. അതെത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ആകെ ശില്പശാല 4 മണിക്കൂറൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ ശില്പശാലയ്ക്ക് ഒരുപാട് ദിവസങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒഴിവെടുക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഇപ്പോൾ മദ്രസ അവധിയാണ്. അതിനെപ്പറ്റി അത് മറ്റൊരു വിഷയമാണ്, അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, ശില്പശാലയുടെ ഇടയിൽ 7ാം ക്ലാസ്സിലത്തെ ഫിഖ്ഹിൻ്റെ പാഠം ബഹുമാന്യരായ മുദരിബ് അവർകൾ അവതരിപ്പിച്ചപ്പോൾ സമയം തീരെ ഇല്ലായിരുന്നു കേട്ടോ. വളരെ ചുരുക്കിയാണ് പറയുന്നത്. ശരിക്കും ശില്പശാല നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അത് കുറച്ച് വിശദമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. കാരണം വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ ഒക്കെപ്പാടെ പറഞ്ഞു പോകുന്നതുകൊണ്ട് അത് ചില നിരൂപകന്മാർ പറഞ്ഞും ചെയ്തു. കാരണം വളരെ കുറഞ്ഞ ടൈം മാത്രമേ മനുഷ്യൻ്റെ ശ്രദ്ധ കിട്ടുള്ളൂ എന്ന് പറയലോടുകൂടെ 4 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുത്തി പറയുന്നില്ല. എന്താ അർത്ഥമുള്ളതെന്ന് നിരൂപകന്മാർ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫിഖ്ഹിൽ ളുഹാ നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന പാഠം എടുത്തപ്പോൾ അതിൽ പറയുന്നത് ളുഹാ നിസ്കാരത്തിൻ്റെ അക്സർ 8 അഥവാ വർദ്ധിച്ച റക്അത്തുകൾ 8 എന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. അപ്പോൾ കിതാബിൽ നോക്കുമ്പോൾ മിൻഹാജിലും അതുപോലെ തന്നെ തുഹ്ഫയിലും ഒക്കെ കാണുന്നത് 12 എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെയുള്ള ഒരു മുഅല്ലിം ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ മുദരിബ് പറഞ്ഞ മറുപടി, ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ച്. അപ്പോൾ ആ ചോദിച്ച മുഅല്ലിമല്ലാത്തവരൊക്കെ പറഞ്ഞവർ അല്ല, എല്ലാവരും എന്നല്ല, പറഞ്ഞവരൊക്കെ പറഞ്ഞ 8 മുഅ്തമദ് എന്നാണ്. 8 മുഅ്തമദ് എന്ന് എവിടെയാണുള്ളത് എന്ന് ചോദിച്ചിട്ട് ആരും മറുപടിയും പറയുന്നില്ല. അപ്പോൾ പിന്നെ മുഫത്തിഷ് അതിനൊരു മറുപടി പറഞ്ഞു. മുഫത്തിഷ് പറഞ്ഞത് ഇങ്ങനെ മനസ്സിലായത് കേട്ടോ. മിൻഹാജും മഹല്ലിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ സമസ്തയുടെ പുസ്തകത്തിലുള്ളത് പറയാം എന്നല്ല പറഞ്ഞത്. അപ്പോൾ സമസ്തയുടെ പുസ്തകത്തിലുള്ളത് പറയാനായിരിക്കും ചിലപ്പോൾ ശില്പശാല കൂടിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. സമസ്തയുടെ പുസ്തകത്തിൽ കിതാബിന് എതിരെ കാണുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണ്ടേ, അതിനെപ്പറ്റി പഠിക്കണ്ടേ. ഏതായാലും അത് വളരെ മോശമാണെന്നൊന്നുമല്ല പറഞ്ഞാൽ, ചില ഇമാമുകൾ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷെ നമ്മൾ പരമ്പരാഗതമായിട്ട് അംഗീകരിച്ചു പോരുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹയാണല്ലോ. അവർ 12 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചോദിച്ച മുഅല്ലിമിൻ്റെ അടുത്തിരുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം ഒരു മദ്രസ മുഅല്ലിമാണ്, മുഫത്തിഷിൻ്റെ സുഹൃത്താണ്, ഒരു ബിരുദധാരിയാണ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ മുഅല്ലിമിന് ഒരു ഇബാറത്ത് കാണിച്ചു കൊടുത്തു, ഒരു ലേഖനം, മലയാള ലേഖനമാണത്. മിൻഹാജിൽ ഇങ്ങനെ ഏറ്റവും വലിയ മുഅ്തമദ് എന്തോ പറഞ്ഞിട്ട് ഈ ഫൈസി പറഞ്ഞത്, ഈ ബിരുദധാരി പറഞ്ഞത് 8 അപ്പോൾ എവിടെയുള്ളത് വെച്ച് മിൻഹാജിലാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ചോദ്യകർത്താവ് ഉന്നയിച്ച കിതാബും മിൻഹാജ് തന്നെയാണ്. അപ്പോൾ ചോദ്യകർത്താവ് സ്വാഭാവികമായിട്ടും അന്തം വിടുമല്ലോ മിൻഹാജിലുള്ളത് എന്ന് പറയുമ്പോൾ. കാരണം ഇയാൾ മൊബൈലിലുള്ള മിൻഹാജ് തുറന്നു പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ചോദ്യകർത്താവ്. അതിൻ്റെ അടിയിലാണ് കൂടെ ഇരിക്കുന്ന ഉസ്താദ് എന്താക്കുന്നത്, മിൻഹാജിൽ ഇങ്ങനെ തന്നെ ഉള്ളത് എന്നിട്ട് അദ്ദേഹത്തിന് തെളിവെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ
സ്വാഭാവികമായിട്ടും അന്തം വിടുമല്ലോ. അപ്പോൾ ഇയാളോട് പിന്നെ ഇടവേളയിൽ ചോദിച്ചു അത് ആരുടെ ലേഖനമാണെന്ന് ചോദിച്ചു. ചില ആളുകൾ അങ്ങനെ ലേഖനം എഴുതാറുണ്ട്. ചില മൗലവിമാർ എന്താവും കിതാബുള്ളിനെതിരെയൊക്കെ ലേഖനം എഴുതിയിട്ട് ചിലപ്പോൾ ഇന്ന കിതാബ് എന്നൊക്കെ പറയും. അപ്പോൾ അയാളാണോ ഇന്നാലിന്ന ആ ഉസ്താദ് എഴുതിയ ലേഖനമാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ബിരുദധാരിയായ മനുഷ്യൻ പറഞ്ഞത് മിൻഹാജിലുണ്ട് എന്ന് പറഞ്ഞതിന് കാണിച്ചു കൊടുത്ത മിൻഹാജിലുണ്ട് എന്ന് പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആള് പിന്നീട് പറഞ്ഞത് ജെമിനി പറഞ്ഞു എന്നാണ്. അപ്പോൾ മിൻഹാജിലുള്ള ഒരു കാര്യം പറഞ്ഞതിനെ എതിർത്ത് അതേ മിൻഹാജിലുണ്ട് എന്ന് പറയുന്നതിനെ അവലംബിക്കുന്നത് നമ്മളെ ബിരുദധാരികളായ ഉസ്താദുമാർ പോലും അവലംബിക്കുന്നത് ജെമിനിയാദി വസ്തുക്കളെയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മൾ അധപതിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. മൊബൈലിലുള്ള കിതാബ് തുറന്ന് പിടിച്ചുകൊണ്ട് മിൻഹാജിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ കൊണ്ടുവരുന്നത് ജെമിനി മിൻഹാജിലുണ്ടെന്ന് പറഞ്ഞ വിഷയമാണ്. ഒരു തമാശയായിട്ടപ്പോൾ എനിക്കതിനെ പറ്റി തോന്നിയുള്ളൂ, അല്ല അതൊന്നുമല്ല. ചുരുക്കി പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ എന്താ ആ വിഷയം മസല പറയലൊന്നല്ല നമ്മൾ ഉദ്ദേശം. പിന്നീട് നമ്മളെ കൂട്ടുകാരൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പ്രബലപ്പെടുത്തിയിട്ടുള്ളത് അഫ്ളൽ 8. ചില ഇമാമുകളൊക്കെ ഇമാം തന്നെ എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് 8 അക്സർ എന്ന്, ഏറ്റവും വർദ്ധിച്ചത് 8 അപ്പോൾ അത് അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പോയ റൂട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ അവർ പറയുന്നത് 8 അഫ്ളലാക്കുക. അഫ്ളൽ ഏറ്റവും, അതായത് ഒരാൾ ളുഹ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ല എന്താ അഫ്ളലായ രൂപം 8 തന്നെയാണ്. ഇനി ഒരാൾ 8 12 നിസ്കരിച്ചാലോ അത് ഹറാമാകുമോ, ളുഹ അല്ലാതെയാകുമോ? ഇല്ല, അക്സർ 12 വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ളുഹ തന്നെ ആയിട്ടാണ് വരിക. അപ്പോൾ ളുഹയുടെ അക്സർ അങ്ങനെ. എന്നാൽ റംലി ഇമാമൊക്കെ പോയിട്ടുള്ളത് 8. അപ്പോൾ നമ്മൾ അതും കൂടി പറയണമല്ലോ. അപ്പോൾ സംഗതി അങ്ങനെയൊക്കെയാണ് സംഭവം. നമ്മൾ ഇബ്നു ഹജർ തങ്ങളെ റൂട്ടിലൂടെ പോരുന്നവരാകുമ്പോൾ നമ്മൾ പറയേണ്ടത് 12 എന്ന് തന്നെയാണ്, അല്ല 8 എന്നല്ല. ഇനി ആരെങ്കിലും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയുടെ ഇനിയിപ്പോൾ റംലി ഇമാമിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അതിനെതിരെ ജെമിനി ChatGPT പോലത്തെ ഒന്നും കൊണ്ടുവരരുത് ദയവേത്. കാരണം വെച്ചാൽ അവർ തന്നെ ജെമിനി പോലത്തെ ആപ്പുകൾ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നൊന്നും ആധികാരികമല്ല, നിങ്ങൾ കിതാബിൽ നോക്കിയിട്ട് തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് തന്നെ ഉറപ്പുവരുത്തിക്കൊള്ളൂ എന്ന് അവർ തന്നെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കോമഡികളൊന്നും നമ്മൾ ചെയ്യരുതെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.